നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ 2-3 കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണമാണ് എനിക്ക് ഈ വീഡിയോ മസ്റ്റായിട്ട് ചെയ്യണം തോന്നിയത്. ഒരു 2-3 പേഷ്യൻസ് ഒരേ രീതിയിലുള്ളവർ വന്നു. ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വെറും 28 വയസ്സുള്ള കുട്ടിയാണ്. എനിക്ക് ഭയങ്കരമായി സങ്കടം തോന്നി. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും ആ ഇമേജസ് എന്നെ ഹോണ്ട് ചെയ്യുമായിരുന്നു. ആ കുട്ടി ആക്ച്വലി 28-29 വയസ്സാണ്. 12 വയസ്സിലാണ് ആദ്യമായിട്ട് വാതരോഗം വന്നത്. ആ സമയത്ത് അവർ കുറച്ച് ചികിത്സയൊക്കെ ചെയ്തു. പക്ഷേ അവർക്കത് പല കാര്യങ്ങളും അവർ കണ്ടിന്യൂ ചെയ്തില്ല. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇപ്പോൾ വന്ന സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസിൽ കിടന്നിട്ട് ആ പാവത്തിന് വെള്ളം കുടിക്കുന്നത് സ്ട്രോയിൽ കൊടുത്തിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. കയ്യും കാലും കംപ്ലീറ്റ്ലി അനക്കാൻ പറ്റുന്നില്ല. പാരലൈസ്ഡ് ആയിപ്പോയി. പാരാലിസിസ് വരാനുള്ള കാരണം ഇവിടുത്തെ വാതരോഗം ഇവിടുത്തെ ഞെട്ടലിനെ ബാധിച്ച് ഒടിഞ്ഞ് ആ എല്ലൊടിഞ്ഞ് അറ്റ്ലാന്റോ ആക്സിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൈയും കാലും ഫുള്ള് പാരലൈസ്ഡ് ആയിപ്പോയി. ദേഹത്ത് ബെഡ് സോറായി. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിലാണ്. ഒരു റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻ വരുന്ന, വളരെയധികം സങ്കടം തോന്നുന്ന, ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു പിക്ചറാണത്. കാരണം ഇവനൊരു 8-9 കൊല്ലം മുമ്പ് ചങ്ങനാശ്ശേരി എൻ്റെ ഒ പിയിൽ നടന്നു വന്ന് കാണിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആ ട്രീറ്റ്മെൻറ്റിൽ അവൻ്റെ അസുഖം കുറഞ്ഞു വന്നതാണ്. അതിന് ശേഷം അവൻ ഇന്നലെ ഇത് കാണുമ്പോൾ ഒന്നും എനിക്ക് അവന് മനസ്സിലായില്ല കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ അവൻ പാലിയേറ്റീവ് കെയറിലാണ്. കാരണം അപ്പോൾ ചെയ്യാനായിട്ട് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എല്ലൊടിഞ്ഞ് കയ്യും കാലും പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. അത്രയും മോശം സ്ഥിതിയിലായിപ്പോയി. പിന്നെ വന്ന 2 കേസുകൾ, ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന 2 ഒരു മധ്യവയസ്കർ 35-40 വയസ്സുള്ള ആളുകളാണ്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് റുമറ്റോയിഡ് ആമവാദം. ഇവർക്ക് 2 പേർക്കും ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് ആണ്. അതിലൊരാൾ ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞു. 2 പേർ നട്ടലിനെ ബാധിക്കുന്ന, ഹിപ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇവർ 2 പേർക്കും ഒരു 10-15 കൊല്ലമായിട്ടാണ് അസുഖമുള്ളത്. 2 പേരും വീൽ ചെയറിലാണ്, നടക്കാൻ പറ്റുന്നില്ല. ഒരാൾ തൃശ്ശൂർ, ഒരാൾ പാലക്കാടുകാരനുമാണ്. അവരുടെ 2 പേരുടെയും ഹിപ്പ് ജോയിൻറ്റ്സ് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിരുന്നു. അവരുടെ നട്ടലിലാണെങ്കിൽ അത് ഫ്യൂസ് ആകും. ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിൽ നട്ടൽ ഒട്ടിപ്പിടിക്കും. പക്ഷേ ഇവർ 2 പേരെയും അല്പം സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവരായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടേഴ്സിനെ സംസാരിച്ച് ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ പ്രത്യേകം നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് 2 പേരും സാധാരണ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒരാൾക്ക് ഫാമിലിയേ ഇല്ല, മറ്റൊരാൾക്ക് ആണെങ്കിൽ വൈഫും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂടെ ഇല്ല. അപ്പോൾ 2 പേരും വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പക്ഷേ ഇവർ നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫാമിലി ഇവർക്ക് ജോലി ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവുള്ളവരുമാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പ് കൊടുക്കും. പക്ഷേ ഹിപ്പ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേരുടെയും ജീവിതം നല്ല രീതിയിലേക്ക് വരും. അത് പിന്നെയും സമാധാനമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റുമറ്റോളജിസ്റ്റിന് അല്ലെങ്കിൽ വാതരോഗ ചികിത്സിക്കുന്ന ഒരാൾക്ക് കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് റുമറ്റോയിഡിലോ ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിലോ അങ്ങനെയുള്ള സോറിയാറ്റിക് ആർത്രൈറ്റിസിലോ ഒക്കെ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുക, ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, അങ്ങനെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു 10,000 പേഷ്യൻറ്റിനെ കാണുമ്പോഴാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പേഷ്യൻസ് ഇങ്ങനെ വരുന്നത്. നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു മനുഷ്യജീവനല്ലേ അത്, അതിൽ ഉണ്ടാകുന്ന വേദനയും ഒക്കെ നമുക്കറിയാം. വളരെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ഫുൾ റിവേഴ്സ് ചെയ്ത് നടത്താൻ സാധിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കുറച്ച് പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിനൊക്കെ പിന്നെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഒരാളെ ഒരു 20 വയസ്സുള്ള 25 വയസ്സുള്ള ഒരാളെ നടത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പലപ്പോഴും ആ കേസിൽ അത് സാധിക്കുന്നതിനാണ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ടായി. 2ാമത്തെ കേസിലാണെങ്കിൽ ഇവർ 2 പേരും നടത്തിക്കാൻ പറ്റുന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ് ചെയ്ത് വാതത്തിന് മരുന്ന് തുടങ്ങി അത് കുറച്ച് വാദം കുറഞ്ഞ് കഴിയുമ്പോൾ, ആർത്രൈറ്റിസ് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ് ചെയ്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽ സമയത്ത് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ട് ചികിത്സാ രീതിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് 99.5% കേസിലും നമുക്കത് സാധിക്കും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ പല കാര്യം കൊണ്ടാണ് ചികിത്സ വൈകുന്നത്. പലപ്പോഴും ചികിത്സ വൈകുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ആരെയും ഇപ്പോൾ പേഷ്യൻസിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തുകൊണ്ട് വൈകി, ഞാൻ പലപ്പോഴും നമുക്കുള്ള ഫ്രസ്ട്രേഷനാണ് നമ്മൾ പറയുന്നത്. ഒരു എന്താ പറയുന്നത്, അല്ലാതെ നിങ്ങളത് തെറ്റ് ചെയ്യുന്ന ആർക്കാണ് അസുഖം വന്നാൽ പെട്ടെന്ന് മാറുന്നില്ല എല്ലാവർക്കും ആഗ്രഹം. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലോട്ട് വരണം, അല്ലെങ്കിൽ കിടപ്പായി പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുക, ഒരിക്കലുമില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇനിഷ്യൽ സിംറ്റം നമ്മൾ അവോയ്ഡ് ചെയ്യും. പലപ്പോഴും സിംറ്റം തുടങ്ങുന്ന ചെറിയ സ്റ്റിഫ്നെസ്, കൈകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ പറ്റുന്നില്ല, കയ്യിൽ ചെറിയ നീർക്കെട്ട്, ഇതായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മളിതിന് മുമ്പ് വീഡിയോയിലും പറഞ്ഞാൽ മുട്ടിന് നീര്,
രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള പെയിൻ ഇതായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഒന്ന് 25-30 വയസ്സല്ലേ ഉള്ളൂ, ഇത് ചെറിയ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ വാതരോഗം വരത്തില്ല. വാതരോഗമൊക്കെ പ്രായമുള്ളവർക്കാണ്. പ്രായമുള്ളവരാണെങ്കിൽ എന്ത് വിചാരിക്കും? പ്രായമുള്ളവർ ചെറിയ വേദന കാണുമല്ലോ, അത് പതുക്കെ ശരിയായി വരും, വാതരോഗമല്ലേ, ഇതിന് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് ഇത് കുറയാതെ വരുമ്പോൾ എവിടെയെങ്കിലും ലോക്കലായിട്ട് പോയിട്ട് 1-2 പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. അപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പോകില്ല. അത് കഴിഞ്ഞ് അതാണ് ഏറ്റവും കോമണസ്റ്റ് ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, ഒരു കറക്റ്റായിട്ട് ഡോക്ടറെ കാണാത്തതുകൊണ്ട്, റുമറ്റോളജിസ്റ്റിനെ കാണാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിലേ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന കോമൺ ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫിസിഷ്യനെ കണ്ടു, അവർ RA ഫാക്ടറൊക്കെ ചെയ്തു പോസിറ്റീവാണ്, അല്ലെങ്കിൽ നട്ടലിന് വേദനയുള്ളവരാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യുക, ഡിസ്കിൻ്റെ പ്രോബ്ലം ഒക്കെ എന്ന് വെച്ച് കുറേ നാൾ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴെങ്കിലും വേദന വരുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനയുണ്ട്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റ്സ് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ തന്നെ ലക്ഷണമാകാനാണ് സാധ്യത. നിങ്ങൾ കറക്റ്റായിട്ട് റുമറ്റോളജിസ്റ്റിനെ കാണണം. പിന്നെ വേറൊരു മണ്ടത്തരം ആളുകൾ കാണിക്കുന്നത്, അപ്പം ഒന്ന് ഡോക്ടറിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ളൊരു ഡിലേ. രണ്ടാമത്തെ ഡിലേ വരുന്നത് ഈ നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങി കഴിയുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ അടുത്ത വീട്ടുകാരെന്ന് പറയുമോ, അലോപ്പതി മരുന്നാണോ കഴിക്കുന്നത്, ഇതൊക്കെ പെയിൻ കില്ലർ, ഇതെല്ലാം നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും കേട്ടോ, ലിവറും എല്ലാം അടിച്ചു പോകും. ഇത് കേട്ട് ഇവരെന്ത് ചെയ്യും? 3-4 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെന്ത് വിചാരിക്കും? സത്യമാണെന്ന് വിചാരിക്കും, ഇവർ മരുന്ന് നിർത്തും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഇതിൽ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഫ്രസ്ട്രേഷൻ നമ്മുടെ സങ്കടം കാരണമാണ്. മോഡേൺ മെഡിസിൻ്റെ ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് മെത്തോട്രെക്സിറ്റ് ആണെങ്കിലും ഹൈഡ്രോക്സിക്ലോറോക്വിൻ ആണെങ്കിലും കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റിനുള്ള ചാൻസ് വളരെ മേജർ സൈഡ് എഫക്റ്റിനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എസ്പെഷ്യലി ഒരിക്കലും കിഡ്നിയൊന്നും ഒരു ഡ്രഗും കിഡ്നിയെ ബാധിക്കില്ല. അത് പെയിൻ കില്ലേഴ്സാണ്. ആ പെയിൻ കില്ലേഴ്സിൻ്റെ യൂസ് നമുക്കറിയാം വളരെ കുറവാണ്. പലപ്പോഴും ആളുകൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ആളുകൾ ഓവർ ദ കൗണ്ടർ പോയി പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ശരിക്കായുള്ള അസുഖത്തിന് വേണ്ടി ഇമ്മ്യൂണോ മോഡുലേറ്റർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സിൻ്റെ യൂസ് ഏറ്റവും കുറവായിരിക്കുകയും ചെയ്യും. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ വേറെ ഒരു ആളുകൾ കാണിക്കുന്ന മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം കിഡ്നി ഡാമേജ് ആകുമെന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്യും? അടുത്ത് തന്നെ പോയി വേറെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് എടുത്തില്ല, ആയുർവേദത്തിലോ ഹോമിയോയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ 2-3 മാസം കൊണ്ട് ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈ ചെയ്തു. നിങ്ങൾ ആദ്യം പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു, വാദത്തിന് എന്തെങ്കിലും ലേപനം പുരട്ടിക്കൊണ്ടിരുന്നു, എന്നിട്ടും കുറയുന്നില്ല, വേറെ എന്തെങ്കിലും സിസ്റ്റംസോ വേറെ ഡോക്ടറെ കണ്ടു കുറയുന്നില്ലെങ്കിൽ 3-4 മാസത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി നല്ല റുമറ്റോളജിസ്റ്റ് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ അസുഖം കൺട്രോൾ ആകും. സാധാരണ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇനി നമുക്ക് ഒരു വീട് തീ പിടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ പെട്ടെന്ന് വിളിക്കണം. ഫയർഫോഴ്സുകാരൻ ഓടി വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ചാരമായി കഴിഞ്ഞാൽ അത് നമ്മൾ അപ്പം വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ചാരത്തിൽ നിന്ന് വീടുണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന തീ അണയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോയിൻറ്റിലെ തീ എന്താണ്? ESR കൂടി നിൽക്കുക, ജോയിൻറ്റ്സ് നീർക്കെട്ടുള്ളത് ഉണ്ടായിരിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പം സ്റ്റിഫ്സ് ഉണ്ടാകുക, ഇതൊക്കെയാണ് തീയുടെ ലക്ഷണങ്ങൾ. ജോയിൻറ്റ് മൊത്തം വളഞ്ഞ് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി ആ ജോയിൻറ്റിൻ്റെ ഫർദർ ഡാമേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു പരിധിവരെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലൊക്കെ നോക്കിക്കൊണ്ടിരാൻ സാധിക്കും. പക്ഷേ ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ആസ്പിറേഷൻ, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ആസ് ഫാർ ആസ് നോർമൽ, ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ പൊട്ടൻഷ്യൽ എന്താണോ ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു 6 മാസത്തിൽ മുതൽ 6 മാസം ഉണ്ട് കേട്ടോ, 1 മാസം 2 മാസം 6 മാസത്തിനുള്ളിൽ ഒരു നല്ല റുമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും വളരെ നല്ല ഔട്ട്കമാണ്. ഇതിനെയാണ് വിൻഡോ പീരിയഡ് എന്ന് വിളിക്കുന്നത്. വിൻഡോ പീരിയഡ് എന്ന് വെച്ചാൽ ആ വിൻഡോയിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു 40-50% ആളുകൾക്ക് മരുന്ന് നിർത്താൻ വരെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം മരുന്നുകൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കണ്ടുപിടിച്ച ഡാമേജ് ഉണ്ടാകില്ല. വേറെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഹാർട്ട് അറ്റാക്കിനോ ഒക്കെ ലിവറിനോ കിഡ്നിക്കോ ഒന്നും ഇത് എഫക്റ്റ് ചെയ്യാതെ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഇത് നിങ്ങൾ ബാക്കിയുള്ളവർ കൂടി പാസ് ഓൺ ചെയ്യണം. കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആർത്രൈറ്റിസ് ഉള്ള രോഗികളുണ്ട്. നമ്മുടെ ശരീരം 100 പേരുണ്ടെങ്കിൽ അതിൽ 3-4% ആളുകൾക്കെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കംപ്ലീറ്റ്ലി ലീഡ് എ നോർമൽ ലൈഫ്. അത് താമസിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് കാര്യമില്ല എന്നല്ല പറയുന്നത്. 6 മാസം ട്രീറ്റ് 6 മാസം 1 വർഷമോ 2 വർഷമോ 10 വർഷം കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ബെറ്റർ ആകാൻ സാധിക്കും. പക്ഷേ ആ ഒരു ഏറ്റവും നല്ല ഔട്ട്കത്തിൽ കിട്ടുന്നത് എപ്പോഴും ഏർലി സ്റ്റേജിലായിരിക്കും. പക്ഷേ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ട്രീറ്റ് ചെയ്യുക, നല്ലൊരു ഡോക്ടറെ കാണുക, ചികിത്സ കഴിയുന്നതും പെട്ടെന്ന് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഏർലി സിംറ്റംസ് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തെറ്റിദ്ധാരണകൾ, അതുപോലെ അവരും പറയുന്നത്, എന്തെങ്കിലും ഒരാൾ വന്ന് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക, ഇങ്ങനെ കേട്ടിട്ട് ഡോക്ടറെ സത്യമാണോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡോക്ടർക്ക് ഒരു പരിധിവരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി തരാനും സാധിക്കും.